മത്തൻ ഹലുവ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഇതൊരു തരത്തിലുള്ള മത്തൻ പായസാട്ടോ. ഇതിന്റെ ടെക്സ്ചർ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ തന്നെ ഇതിന് മത്തൻ ഹലുവ എന്ന് പേരിട്ടു. നമ്മളെ കലാപരിപാടികള് ഇന്ന് പഴുത്ത മത്തനിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ചെറിയ പീസുകളാക്കി മുറിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 2 വിസിൽ വേവിച്ചെടുക്കണം. ഒരു 6 ബെല്ലം ഞാനിവിടെ ഉരുക്കിയെടുക്കുന്നുണ്ട് ട്ടോ. പിന്നെ ഒരു അരമുറി തേങ്ങയും നമുക്ക് വേണം. പിന്നെ 1 കപ്പ് അരി ഞാനിവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഏലക്കായും കൂടി ഇട്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം. ഇനി നമ്മള് നേരത്തെ വേവിച്ചിട്ടുള്ള മത്തൻ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ട്ടോ. ഇത് നമുക്ക് ഗ്യാസിലോട്ട് വെച്ചെടുക്കാം. നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിള വരുമ്പോഴേക്കും മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തിരികെ വെച്ച തേങ്ങയില്ലേ അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ട്ടോ. അടുത്തത് അരിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തീ സിമ്മിലോട്ട് വെക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തിക്കാവുകയും അടുക്കി പിടിക്കാനുള്ള ചാൻസും ഉണ്ട്. അരിപ്പൊടി ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കണം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഗീയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കലാപരിപാടികൾ ഇവിടെ അവസാനിച്ചു. ഇതുപോലെ നിങ്ങൾ മത്തൻ പായസം ട്രൈ ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് പറയാൻ മറക്കണ്ട ട്ടോ. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും മറക്കണ്ട.